അലം അഷ്തരി ലഖി ഹാദിഹിൽ അഷിയാ ഫിൽ ആമിൽ മാദി. പറയുന്നത് ഡിഡിൻ ഐ ബൈ ദീസ് തിങ്സ് ഫോർ യു ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ വർഷം ഈ സാധനങ്ങൾ നിനക്ക് ഞാൻ വാങ്ങിയില്ലയോ, നിനക്ക് ഞാൻ വാങ്ങി തന്നിട്ടില്ലയോ. ഈ കഴിഞ്ഞ വർഷം ഇപ്പോൾ ഈ ഒരു ലേഡി പറഞ്ഞത് എന്താ, മുഹമ്മദ് പറഞ്ഞത് എന്താ, എനിക്ക് പിന്നെ കുറേ സാധനങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ടല്ലോ. ഫ്രൈ പാന് ലാഡിൽ പറഞ്ഞ്, ഫ്രൈ പാൻ പറഞ്ഞ്, അയൺ ബോക്സ് പറഞ്ഞു, സിസേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് നിനക്ക് എന്തോരം ആവശ്യങ്ങളാണ്, ഇതൊക്കെ നിനക്ക് ഞാൻ കഴിഞ്ഞ വർഷം വാങ്ങി തന്നില്ലേ. ഡിഡിൻറ്റ് ഐ ബൈ ദീസ് തിങ്സ് ഫോർ യു ലാസ്റ്റ് ഇയർ. ഇതൊക്കെ കഴിഞ്ഞ വർഷം ഈ സാധനങ്ങളൊക്കെ ഞാൻ നിനക്ക് വാങ്ങിച്ച് തന്നിട്ടില്ലയോ. ഇവിടെ ഹംസ ഹർഫുൽ ഇസ്തിഫ്ഹാം, ലം എന്നുള്ളത് ഹർഫു നഫി വജസ്മിൻ വഖൽബിൻ. അഷ്തരി ഫിഅലുൻ ഫിഅലുൻ മുളാരിഉൻ മജ്സൂമുൻ ബിഹദ്ഫി ഹർഫിൽ ഇല്ല. ഇല്ലത്തിൻ്റെ അക്ഷരത്തെ കളഞ്ഞിട്ടാണ് അത് ജസ്മു ചെയ്തിരിക്കുന്നത്. വൽ ഫായിലു ദമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു അന. ലക്കി ജാറുൻ വ മജ്റൂറുൻ. ഹാദിഹി ആണ് ഇവിടെ മഫ്ഊലുൻ ബിഹി. ഹാദിഹി മഫ്ഊലുൻ ബിഹി. അൽ അഷ്യാ ബദൽ. ഹാദിഹി മഫ്ഊലുൻ ബിഹി ആണ്. അവിടെ നസ്ബ് കാണാൻ പറ്റില്ല. ഹാദിഹി എന്നുള്ളത് ഇസ്മുൽ ഇഷാറ മബനിയുൻ അലൽ കസ്രി ഫി മഹല്ലി നസ്ബിൻ മഫ്ഊലുൻ ബിഹി. അപ്പോൾ അഷിയ അതിൻ്റെ ബദൽ, അതുകൊണ്ടാണ് ഫതഹയിൽ നസ്ബ് ചെയ്തിരിക്കുന്നത്. ഫിൽ ആമി ജാറുൻ വ മജ്റൂറുൻ. അൽ മാദി എന്നുള്ളത് നഅത്ത്. അൽ ആമി സിഫത്തുൻ മജ്റൂറത്തുൻ അല്ലെങ്കിൽ നഅത്തുൻ മജ്റൂറുൻ. അലാമത്തു ജർരിഹി അലാമത്തു ജർരിഹി അൽയാ ഉൽ മുഖദ്ദറ ലിസിക്കലി. സിക്കലുള്ളതുകൊണ്ടാണ് മാലി എന്നുള്ളിടത്ത് നമ്മൾ ഇത് കാണാത്തത്, ജെറിൻ്റെ അടയാളമായ കെസറ കാണാത്തത്. ഓക്കെ, ഇവിടെ അലം അഷ്തരി ഞാൻ വാങ്ങി തന്നിട്ട്, എല്ലാം അഷ്തരി എന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിയിട്ടില്ല. അലം അഷ്തരി ഞാൻ വാങ്ങിയിട്ടില്ലയോ എന്നൊക്കെ പറയുമ്പോൾ ഇസ്തിഫാമുൽ മൻഫിയാണ്. അലം അഷ്തരിക്ക് നമ്മൾ വേറൊരു രീതിയിലും പറയാം. ഞാൻ വാങ്ങി, അത് ലം വന്നപ്പോൾ എന്താ, ഇത് മാലിൻ്റെ അർത്ഥമാണ് വന്നത് അല്ലേ. ലം എന്നുള്ളത് നഫിയാണ്, ജസ്മാണ്, ഖൽബാണ്. അർത്ഥം പാസ്റ്റ് ടെൻസിൻ്റെ അർത്ഥത്തിലേക്ക് പോയി. ലം അഷ്തരി ഞാൻ വാങ്ങിയിട്ടില്ല. ഞാൻ വാങ്ങിയിട്ടില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ മാലിയാക്കിയിട്ട് മാ ഇഷ്തറയിത്തു അങ്ങനെയും പറയാം. മാ ഇഷ്തറയിത്തു ഞാൻ വാങ്ങിയിട്ടില്ല. മാ ഇഷ്തറയിത്തു ആ രീതിയിലും പറയാം. എന്നാൽ ഇങ്ങനെയാണ് കൂടുതൽ പ്രചാരത്തിലുള്ളത്. മുളാരി കൊടുത്തിട്ട് ജസ്മ ചെയ്തിട്ടാണ് കാണാറുള്ളത്. ഓക്കെ, ശരി. അപ്പോൾ സെൻറ്റൻസ് കഴിഞ്ഞിട്ടാ. ഖാലത്ത് ഉമ്മു അഹ്മദ. ഉമ്മു അഹ്മദ പറഞ്ഞു ബല അതെ. ഇവിടെ ഇസ്തിഫാമുൽ മൻഫി ആണല്ലോ. നെഗറ്റീവ് ചോദ്യത്തിൻ്റെ പോസിറ്റീവ് ഉത്തരം പറയുമ്പോൾ ബല എന്നാണ് പറയുക. ബല അതെ. വലാകിന്നഹ മിനത്തിറാസിൽ ഖദീമി. മിനത്തിറാസിൽ ഖദീമി. വലാകിന്നഹ മിനത്തിറാസിൽ ഖദീമി. അതെ, പക്ഷേ അത് പഴയ മോഡലാണ്. തിറാസ് എന്ന് പറഞ്ഞാൽ മോഡൽ, അത്തിറാസ് മോഡൽ, ഖദീം പഴയ, മീന എന്ന് പറഞ്ഞാൽ അതൊരു ഇതാണ്, അത് പഴയ മോഡലാണ്. അപ്പോൾ ഇവിടെ ബട്ട് ദേ വേർ ഓൾഡ് ഫാഷൻ. ദേ വേർ ഓൾഡ് ഫാഷൻ. വാവ് ഹർഫുൽ അത്ഫ് വലാക്കിന്ന എന്നല്ലെങ്കിൽ നമുക്ക് വലാക്കിൻ്റെ മൊത്തത്തിൽ പറയാം. എന്ത് മിൻ അഹവാത്തി ഇന്ന. പിന്നെ എന്താ പറയുക, ഹർഫുൽ ഇസ്തിദ്റാഖ് പറയാറുണ്ട് അല്ലേ, അങ്ങനെയും പറയാം ലാക്കിന്ന കേട്ടോ. പിന്നെ അതിൽ ചേർന്ന് വന്ന ഹ എന്നുള്ളതാണ് ഇസ്മുലാക്കിന്ന. ഹ ضمീറുൻ മുത്തസിലുൻ മബനിയുൻ അല സുകൂനി ഫി മഹല്ലി നസ്ബിൻ ഇസ്മുലാക്കിന്ന അല്ലെങ്കിൽ ഇസ്മു വലാക്കിന്ന അങ്ങനെയും പറയാറുണ്ട്. മിൻ ഹർഫു ജർ അത്തിറാസി ഇസ്മു മജ്റൂർ. മിനത്തിറാസി ജാറുൻ വ മജ്റൂർ ഷിബ്ഹു ജുംല അല്ല ജാറുൻ വ മജ്റൂറുൻ ഫി മഹല്ലി റഫ്ഇൻ ഇസ്മുലാക്കിന. ഫി മഹല്ലി റഫ്ഇൻ ഇസ്മുലാക്കിന. അൽ ഖദീമി നഅത്തുൻ മജ്റൂറുൻ. ഖദീമി എന്നുള്ളത് അതിൻ്റെ നഅത്താണ്. തിറാസി എന്നതിൻ്റെ നഅത്താണ് അൽ ഖദീമി അല്ലെങ്കിൽ സിഫത്തുൻ മജ്റൂറത്തുൻ അങ്ങനെയും പറയാം. വഖദ് ജാഅത് ഫി സൂഖിൽ ആന അത്രിസത്തുൻ ഹദീസത്തുൻ
സെൻറ്റൻസ് കംപ്ലീറ്റ് ആയ അത് വഹിയ തബഅൻ അഹ്സനു വ അജ്വദു. ജാഅത്ത് ഫി സൂഖിലാന അത്തരിസത്തുൻ വലുതാണ്. അപ്പോൾ ഇപ്പോൾ ഇവരെന്താ പറഞ്ഞത്? അതൊക്കെ ഓൾഡ് ഫാഷനാന്ന് പറയില്ല. പിന്നെ പറഞ്ഞത് എന്താ? തീർച്ചയായും. കഥല്ല പറഞ്ഞത്. തീർച്ചയായും. കഥ വന്നാൽ അറിയാലോ. ഹർഫു തഹ്ഖീഖ് മാലിൻ്റെ മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ തൗക്കീദിൻ്റെ അർത്ഥമാണ്. തീർച്ചയായും പുതിയ മോഡലുകൾ അങ്ങാടിയിൽ ഇപ്പോൾ പുതിയ, നമുക്ക് വേണമെങ്കിൽ മുറിച്ചിട്ട് പറയാം. വഖദ് ജാഅത്ത് ഫി സൂഖിൽ ആന അത്രിസത്തുൻ ഹദീസത്തുൻ. അങ്ങാടിയിൽ ഇപ്പോൾ പുതിയ മോഡലുകൾ വന്നിട്ടുണ്ട്. അപ്പം തിറാസുൻ്റെ ബഹുവചനമാണ് അത്രിസത്തുൻ. അത് മോഡലുകൾ. അങ്ങാടിയിൽ ഇപ്പോൾ പുതിയ മോഡലുകൾ വന്നിട്ടുണ്ട്. ഇൻഡീഡ് ന്യൂ മോഡൽ അറൈവ്ഡ് ഇൻ ദ മാർക്കറ്റ് നൗ. ഇപ്പോൾ അങ്ങാടിയിൽ പുതിയ മോഡലുകൾ വന്നിട്ടുണ്ട്. വാവ് ഹർഫുൽ അത്ഫ്. ഖദ് എന്നുള്ളത് ഹർഫു തഹ്ഖീഖാണ്. ഹർഫു തഹ്ഖീഖ് കേട്ടോ. അതിനെക്കുറിച്ച് നമുക്ക് കുറേ കൂടി പഠിക്കാൻ വരും. ജാഅത്ത് ഫിഅലുൻ മാലിൻ മബനിയുൻ അലൽ ഫതഹി. തഅനീസിൻ്റെ തായാണ് കേട്ടോ. അടുത്തത് ഫിസ്സൂഖി ജാറുൻ വ മജ്റൂറുൻ. അൽ ആന എന്നുള്ളത് ലർഫ് ജമാൻ മബനിയുൻ അലൽ ഫതഹി ഫി മഹല്ലി നസ്ബിൻ. ലർഫുകളൊക്കെ നസ്ബിൻ്റെ മഹലിലാണല്ലോ വരിക. അത്തുരിസത്തുൻ എന്നതാണ് ഫായിൽ. ജാഅത്തിൻ്റെ ഫായിൽ കണ്ടോ? 3 വാക്കിന് ശേഷമാണ് ഫായിൽ വന്നിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഫായിലുകൾ വരിക. അത്തുരിസത്തുൻ അതാണ് ഫായിലുൻ മർഫൂഉൻ അലാമത്തു റഫിഹി ദമ്മത്തുൽ ലാഹിറ. അത് കണ്ടോ? മോഡലുകൾ കേട്ടോ. മോഡലുകൾ. അതിന് മുൻപൊരു തിറാസ് കണ്ടില്ലേ? മുന്നത്തെ സെന്റൻസ്. അതാണ് അതിൻ്റെ സിംഗുലർ. അതിൻ്റെ ബഹുവചനമാണ്. അപ്പോൾ അത്തിരിസത്തു എന്നുള്ളത് ഫെമിനിൻ ആയതുകൊണ്ടാണ് ജാഅത്ത് എന്ന് വന്നത് കേട്ടോ. ഹദീസത്തുൻ എന്നത് സിഫത്തുൻ മർഫൂഅത്തുൻ അല്ലെങ്കിൽ നഅത്തുൻ മർഫൂഉൻ. അത്തിരിസത്തുൻ്റെ സിഫയാണ് ഹദീസത്തുൻ. വഹിയ തബഅൻ അഹ്സനു വ അജ്വദു. വഹിയ തബഅൻ അഹ്സനു വ അജ്വദു. ഏതാണ്? പറഞ്ഞുതരാം. ആൻഡ് ദേ ആർ ഓഫ് കോഴ്സ് ബെറ്റർ ആൻഡ് ഹയർ ക്വാളിറ്റി. തീർച്ചയായും അത് മികച്ചതും ഉയർന്ന നിലവാരമുള്ളതും ആണ്. വഹിയ അത് തബഅൻ എന്ന് പറഞ്ഞാൽ അഹ്സനു അഹ്ജു നല്ലതും മികച്ച നിലവാരമുള്ളതും. അഹ്സൻ എന്ന് പറഞ്ഞാൽ നല്ലത്. നല്ലത് പറഞ്ഞാൽ ഏറ്റവും നല്ലത്, ഏറ്റവും മികച്ചത്. പിന്നെ അജ്വദ് എന്ന് പറഞ്ഞാൽ ഉയർന്ന നിലവാരമുള്ളതുമാണ്. ഇവിടെ തീർച്ചയായും അത് തീർച്ചയായും എന്ന് പറയാൻ പറ്റും. തബഅൻ നമ്മൾ അത് അങ്ങനെയുള്ളൊരു ഇതാണ്. അതിൻ്റെ ഒരു ഹാലാണ്, ഒരു അവസ്ഥയാണ് പറയുന്നത് കേട്ടോ. എന്താ പറയുക? അജ്വദ് എന്ന് പറഞ്ഞാലേ ഹസൻ്റെ ഇസ്മു തഫ്ലീലാണ് അഹ്സൻ. അറിയാലോ, ഏറ്റവും നല്ലത്. ഹസൻ എന്ന് പറഞ്ഞാൽ ഗുഡ്, അഹ്സൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുഡ്, ബെറ്റർ, ഗുഡ്, ബെസ്റ്റ്, ബെറ്റർ, ബെറ്റർ, ഏറ്റവും നല്ലത്. അജ്വദ് എന്ന് പറഞ്ഞാൽ ജദീദുൻ അല്ലേ? ജദീദുൻ അജ്വദു അങ്ങനെയാണ്. ജുദൂദുൻ അജ്വദു അതിൻ്റെയാണ് കേട്ടോ. ഏറ്റവും പുതിയത് എന്ന് പറയാം, അല്ലെങ്കിൽ ഉയർന്ന നിലവാരം എന്നൊക്കെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ആ രീതിയിലും പറയാം. ജുദൂദുൻ്റെ ഇസ്മു തഫ്ലീൽ ജദീദുൻ. ഹിയ ദമീറുൻ മുൻഫസിലുൻ മബനിയുൻ അലൽ ഫതഹി ഫി മഹല്ലി റഫ്ഇൻ മുബ്തദ. തബഅ എന്നുള്ളത് ഹാലാണ് കേട്ടോ. ഹാലുൻ മൻസൂബ്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ചിലയിടത്ത് മഫൂലും മുത്തലഖും കാണുന്നുണ്ടായിരുന്നു കേട്ടോ. തബഅൻ. പക്ഷേ ഇവിടെ ഹാലാണ് കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നുണ്ട്. അഹ്സനു ഖബറുൻ മർഫൂഉൻ. ഖബറുൻ മർഫൂഉൻ. വാവ് ഹർഫുൽ അത്ഫ്. അജ്വദു മഅതൂഫുൻ അലാ അഹ്സനു. അഹ്സനിലേക്ക് അത്ഫ് ചെയ്യപ്പെട്ടു. അടുത്ത സെൻറ്റൻസ്. നസീതു അൻ അദ്കുറൽ ഖംഹ വൽ അദസ. നസീതു അൻ അദ്കുറൽ ഖംഹ വൽ അദസ. ഖംഹ അദസൊക്കെ നിങ്ങൾക്ക് അറിയുന്നൊരു വാക്കാണ്. ഐ ഫോർഗോട്ട് ടു മെൻഷൻ ദ വീറ്റ് ആൻഡ് ലെൻഡിൽസ്. വീറ്റാണത്. ഖംഹ. അദസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പയർ. ഗോതമ്പും പയറും പറയാൻ ഞാൻ മറന്നുപോയി. നസീതു ഞാൻ മറന്നു. അൻ അദ്കുറ പറയാൻ ഓർമ്മിപ്പിക്കാൻ എന്നൊക്കെ പറയാം. ഓർമ്മിപ്പിക്കാൻ, ഞാൻ ഓർമ്മിപ്പിക്കാൻ. അൻ അദ്കുറ. അൽ ഖംഹ ഗോതമ്പ്. അൽ അദസ
പയർ അല്ലെങ്കിൽ പരിപ്പ് എന്നും പറയാം കേട്ടോ. ലെൻറ്റിൽ എന്ന് പറഞ്ഞാൽ പരിപ്പ് എന്ന് പറയാം. പരിപ്പ് പയറൊക്കെ ആകാം. ഓക്കെ ശരി. നസീത്തു ഞാൻ മറന്നു അല്ലേ. നസീത്തു ഫിയലുൻ മാലിൻ മബനിയുൻ അല സുക്കൂനി തു ദൊമീറുൻ മുത്തസിലുൻ മബനിയുൻ അല ദൊമ്മി ഫി മഹലി റഫ്ഇൻ ഫാഇൽ. ഞാൻ മറന്നു. അൻ ഹർഫു നസ്ബിൻ വ മസ്ദരിയിൻ. അദ്കുറ ഫിഅലുൻ മുദാരിഉൻ മൻസൂബുൻ ബിൽ ഫതഹി വൽ ഫാഇലു ദൊമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു അന. അൽ കംഹ മഫ്ഊലുൻ ബിഹി മൻസൂബുൻ അലാമത്തു നസ്ബിഹി അൽ ഫതഹത്തുൽ ളാഹിറ വാവ് ഹർഫുൽ അത്ഫ് അൽ അദസ മഅതൂഫുൻ അല അൽ കംഹ. കംഹയിലേക്ക് അത്ഫ് ചെയ്യപ്പെട്ടത്. ഞാനിതെന്താ അങ്ങനെ ഇട്ടുള്ളത്? അത് പറഞ്ഞല്ലോ അല്ലേ. കംഹ മഫൂലും ബിഹി എന്ന് പറഞ്ഞല്ലോ. അവരൊന്ന് നിധിക്കെന്താ ഇവിടെ എന്തോ ഒരെണ്ണം വിട്ടുപോയിട്ടുണ്ട്. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യട്ടാ. അൽ ജുംലത്തുൽ ഫിഅലിയ്യ ഫീ മഹല്ലി റഫ്ഇൻ മുബ്തദഇ. ഏതിൻ്റെ മുബ്തദ ആയിരിക്കും? മുബ്തദ പറയാനൊന്നും പറഞ്ഞില്ലല്ലോ. ഫിഅലും ഫായിലും അഹ്സന ഹിയ തബഅൻ അഹ്സന. അവിടെ ഖബർ കഴിഞ്ഞില്ലേ? അറിയില്ല, നോക്കട്ടെ. ഇസ്മഅ നീ കേൾക്ക്. ഇസ്മഅ സമിഅ യസ്മഉ. ഇസ്മഅ ഫിഅലു അംറിൻ മബനിയുൻ അല സുകൂനി വൽ ഫായിലു ദമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു അൻത. നീ കേൾക്ക്. ഇന്ന ഹാദൽ ബഖാലൽ ജദീദ. തീർച്ചയായും എന്താ പറയുക, ഗ്രോസറിയില്ലേ, പലചരക്ക് കച്ചവടക്കാരൻ എന്താ പറയുക, കച്ചവടക്കാരൻ. ഇന്ന ഹാദൽ ബഖാലൽ ജദീദ മുത്തഫിഫുൻ. മുത്തഫിഫുൻ മുത്തഫിഫുൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അളവിലും തൂക്കത്തിലും കുറക്കുന്നവൻ, അല്ലെങ്കിൽ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നവനാണ്. പുതിയ കച്ചവടക്കാരൻ. തീർച്ചയായും ഈ പുതിയ കച്ചവടക്കാരൻ അളവിൽ കുറക്കുന്നവനാണ്. ഓക്കെ. ഗ്രോസർ എന്ന് പറയാം കേട്ടോ. ഓക്കെ. അന്നല്ല ഇന്നയാണ് അല്ലേ. ഇൻഡീഡ് അല്ലേ. അപ്പോൾ പുതിയ സെൻറ്റൻസ് അല്ലേ. നീ കേൾക്കുന്നിട്ട് കോമ ഇട്ടിട്ട് പുതിയതാണ് പറയുന്നത്. അപ്പോൾ ഇന്നയാണ് കേട്ടോ. അപ്പോൾ എന്താ പറഞ്ഞത്? ഇൻഡീഡ് ദിസ് ന്യൂ ഗ്രോസർ ഈസ് ചീറ്റിംഗ് ഇൻ ദ വെയ്റ്റ് ആൻഡ് മെഷർ. അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നവനാണ്. ഈ സൂറത്തുൽ മുത്തഫിഫി എന്ന് പറയുന്നത് അതിൻ്റെ ജമു മുദക്കർ സാലിമാണ് കേട്ടോ. മുത്തഫിഫൂൻ എന്നാണത്. മുത്തഫിഫൂൻ വാവും നൂനും ചേർത്തിട്ട് നമ്മൾ ജമു മുദക്കർ സാലിം ഉണ്ടാക്കും. അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നവർ. അപ്പോൾ അവിടെ സൂറത്തുൽ മുത്തഫിഫീൻ വരാൻ കാരണം, സൂറത്തുൽ മുത്തഫിഫീൻ യാ വരാൻ കാരണം അവിടെ നമ്മളൊക്കെ അറിയാമല്ലോ. സൂറത്തിൻ്റെ പേരൊക്കെ മുലാഫിനിലേഹി മജ്റൂറായിട്ടാണല്ലോ നമ്മൾ പറയാറുള്ളത്. സൂറത്ത് മുഹമ്മദീൻ ഇതൊക്കെയല്ലേ നമ്മൾ പറയാറുള്ളത്. അങ്ങനെയാണ് പറയാറുള്ളത്. അതുകൊണ്ടാണ് മുത്തഫിഫീൻ എന്ന് വന്നത് കേട്ടോ. മുത്തഫിഫീൻ എന്ന് വന്നത് അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട്. സൂറത്തുൽ മുത്തഫിഫ് ഫൈലുല്ലിൽ മുത്തഫിഫീൻ അല്ലേ. സൂറത്തുൽ മുത്തഫിഫൂൻ എന്നാണോ സൂറത്തിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്? മുത്തഫിഫീൻ ആണ് അല്ലേ. ശരി. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടെ മുത്തഫിഫുൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിംഗുലറാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അത് ഫോം 2 ആണ്. തൊഫഫ നമുക്കറിയില്ല. സബ്ബഹ കബ്ബറ എന്നൊക്കെ പറയണ പോലെ. സബ്ബഹ യുസബ്ബിഹു, തഫഫ യുതഫിഫു, തൊഫിഫ് അങ്ങനെ തൊഫിഫ് അങ്ങനെ. അപ്പം അതാണ് ഫിഅൽ കേട്ടോ. അതിൻ്റെ ഇസ്മു ഫായിലാണ്. ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ടോ നോക്കട്ടെ കേട്ടോ. തൊഫഫ കാണില്ല. അങ്ങനെയാണ്, തൊഫഫയാണത്. ഓക്കെ ശരി. പിന്നെന്താ പറയുന്നത്? ഫലാ തഷ്തരി മിൻഹു ഷെയ്അൻ. ഫലാ തഷ്തരി മിൻഹു ഷെയ്അൻ. ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. ഫലാ തഷ്തരി മിൻഹു ഷെയ്അൻ. ഡോണ്ട് ബൈ എനിത്തിങ് ഫ്രം ഹിം. അവനിൽ നിന്ന് ഒന്നും വാങ്ങരുത്. ഡോണ്ട് ബൈ എനിത്തിങ് ഫ്രം ഹിം. അവനിൽ നിന്ന് ഒന്നും വാങ്ങരുത്. അപ്പോൾ ഇസ്മാവ് പറഞ്ഞല്ലോ. ഇന്ന ഹർഫു തൗക്കീദിൻ വനസ്ബിൻ. ഹാദ ഇസ്മുൽ ഇഷാറ മബനിയുൻ അല സുകൂനി ഫി മഹല്ലി നസ്ബിൻ ഇസ്മു ഇന്ന. ഹാദ എന്നുള്ളത് ഇസ്മു ഇന്ന. അൽ ബഖാല അൽ ബഖാല ബദലുൻ മൻസൂബുൻ അലാമത്തു നസ്ബിഹി അൽ ഫതഹത്തു ളാഹിറ. ഹാദൻ്റെ ബദലാണ് അൽ ബഖാല. അൽ ജദീദ നഅത്തുൻ
മൻസൂബുൻ അലാമത്തു നസ്ബിഹി അൽ ഫതഹത്തു ളാഹിറ. അൽ ബഖാലൻ്റെ സിഫ അല്ലെങ്കിൽ നഅത്താണ് അൽ ജദീദ് അല്ലെങ്കിൽ സിഫത്തുൻ മൻസൂബത്തുൻ എന്ന് പറയും. അപ്പോൾ ഇന്നൻ്റെ ഇസ്മു കഴിഞ്ഞു, പിന്നെ ബദൽ പറഞ്ഞു, നഅത്ത് പറഞ്ഞു. ഇനി മുത്തഫിഫുൻ എന്നത് ഖബറു ഇന്ന മർഫൂഉൻ. മുത്തഫിഫുൻ ഖബറു ഇന്ന മർഫൂഉൻ. ഫലാ തശ്തരി മിൻഹു ഷൈഅൻ, അവനിൽ നിന്നൊന്നും വാങ്ങരുത്. ഹർഫു അത്ഫിൻ ലാ വാങ്ങരുത്. അപ്പോൾ ലാ എന്നുള്ളത് ഹർഫു നാഹിയ, ഹർഫു നഹി അല്ലെങ്കിൽ ഹർഫു നാഹിയ എന്നല്ല, ലാമു നാഹിയ അല്ലെങ്കിൽ ഹർഫു നഹി. തശ്തരി, തശ്തരി ഫിഅലുൻ മുളാരിഉൻ മജ്സൂമുൻ അലാമത്തു ജസ്മിഹി ഹദ്ഫി ഹർഫിൽ ഇല്ല, ഇല്ലത്തിൻ്റെ അക്ഷരത്തെ കളഞ്ഞെങ്കിൽ ഫിഅലുൻ മുളാരിഉൻ മജ്സൂമുൻ ബി ഹദ്ഫി ഹർഫിൽ ഇല്ല. തശ്തരി നീ വാങ്ങരുത്. വൽ ഫായിലു ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു അൻത. മിൻഹു ജാറുൻ വ മജ്റൂറുൻ. ഷൈഅൻ മഫ്ഊലുൻ ബിഹി മൻസൂബുൻ അലാമത്തു നസ്ബിഹി അൽ ഫതഹത്തു ളാഹിറ. അവനിൽ നിന്നൊന്നും വാങ്ങരുത്. അപ്പോൾ എന്താ പറയുന്നത്? വൈലുല്ലിൽ മുത്തഫിഫീൻ. ഖാല ഹിഷാമിൻ, ഹിഷാം പറഞ്ഞു വൈലുല്ലിൽ മുത്തഫിഫീൻ. അളവിലും തൂക്കത്തിലും കുറക്കുന്നവന് മഹാനാശം. ഓക്കെ, ദോസ് ഹൂ ഗീവ് ലെസ്. ഈ മുത്തഫിഫീങ്ങൾക്കാണ് വൈലു. വൈലു എന്ന് പറഞ്ഞാൽ നരകത്തിൻ്റെ ഒരു വാല്യൂ പറയും, പിന്നെ നാശം എന്നും പറയും. വൈലുൻ മുബ്തദഉൻ മർഫൂഉൻ അലാമത്തു റഫിഹി ളമ്മത്തു ളാഹിറ ലിൽ മുത്തഫിഫീൻ. ഞാൻ പറയും ലാമുൽ മിൽക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ലാമുൽ ഇസ്തിഹാഖ് എന്നൊക്കെ പറയും. അതിൻ്റെ ഡിസേർവിങ് ആയിട്ടുള്ള അതിൻ്റെ യഥാർത്ഥ അവകാശികൾ അവരതാണ്. അപ്പോൾ ജാറുൻ വ മജ്റൂറുൻ ഷിബ്ഹു ജുംല ഖബർ. അൽ ലാമു ഹർഫു ജറാണ്. അൽ മുത്തഫിഫീൻ ഇസ്മു മജ്റൂർ അലാമത്തു ജർഹി അൽ യാഉ ലി അന്നഹു ജംഉ മുദക്കർ സാലിം. ലിൽ മുത്തഫിഫീൻ ജാറുൻ വ മജ്റൂറുൻ ഷിബ്ഹു ജുംല ഖബർ. പിന്നെ ഖബറും നമ്മളെപ്പോഴും പഠിക്കും, മുബ്തദ എപ്പോഴും മർഫു ആയിരിക്കും, ഖബറും എപ്പോഴും മർഫു ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഖബറും മർഫു ആണ്, മുബ്തദയും മർഫു ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ പറയാം? ജാറുൻ വ മജ്റൂറുൻ ഷിബ്ഹു ജുംല ഫി മഹല്ലി റഫ്ഇൻ ഖബർ. ഖബറു മുബ്തദഇ അങ്ങനെയും പറയാം കേട്ടോ. അങ്ങനെയാണ് ശരിക്കും പറയേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെ പറഞ്ഞു. വലാകിൻ കൈഫ അറഫ്തി ദാലിക. പക്ഷെ നിനക്ക് എങ്ങനെ ഇത് മനസ്സിലായത്? പക്ഷെ നിനക്കത് എങ്ങനെ മനസ്സിലായി? ഹൗ ഡു യു നോ ദാറ്റ്? ബട്ട് ഹൗ ഡു യു നോ ദാറ്റ്? നിനക്ക് എങ്ങനെ അത് മനസ്സിലായത്? വലാകിൻ, ഒരു മിനിറ്റ്, വലാക്കിന്നെ അല്ല കേട്ടോ, അത് വലാക്കിന്നാണ് കേട്ടോ. നേരത്തെ നമ്മൾ ഇതിൻ്റെ തൊട്ട് മുൻപിലൊരു സെൻറ്റൻസിൽ എന്താ പറഞ്ഞത്? വലാക്കിന്നഹ. ഒരു മിനിറ്റ് കേട്ടോ, നോക്കട്ടെ. വലാക്കിന്നഹ ശരിയുണ്ട്. ഇവിടെ വലാക്കിന്നാണ്. അപ്പോൾ ഇത് മിൻ അഹവാത്തി ഇന്ന അല്ല കേട്ടോ, അത് ലാക്കിൻ. അത് ഹർഫു അത്തുഫിൽ ഒരു ലാക്കിൻ ഉണ്ട്. ഞാൻ നോക്കട്ടെ കേട്ടോ, അത് ഇതല്ല, വലാക്കിന്നല്ല കാണുന്നത്. ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഹർഫ് നഫില്ല, ഹർഫ് അത്ഫ് എന്നല്ലേ ഇതിന് പറയാം. അവിടെ ഇടയിൽ ഉണ്ടായിരുന്നു ഹർഫ് അത്ഫ് എന്നല്ലേ പറയാ. എനിക്കത് ഒരു ഓർമ്മ കിട്ടില്ല കേട്ടോ. ഇസ്തിദ്റാക്കാണോ ഇത്? വലാക്കിൻ. വലാക്കിന്നെയോ? അഖ്വാത്തിൻ. അതിന് ഹർഫ് ഇസ്തിദ്റാക്ക് അറിയില്ല അല്ലേ? ഇസ്തിദ്റാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മളെ ഒരു രണ്ട് കാര്യങ്ങൾ ഒരു കൺഫ്യൂഷൻ വരുമല്ലോ. ഒരു അല്ല, രണ്ട് കാര്യങ്ങളല്ല, നമ്മളൊരു കാര്യം
നമുക്ക് അതാണ്. ഒരു ഷുവാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ നമ്മൾ വിചാരിക്കും അൽ ബൈത്തു ജദീദുൻ എന്ന് പറയും, വീട് പുതിയതാണ് എന്ന് പറയും. അപ്പം നമ്മൾ കരുതും എന്ത്, വീട്ടിലെല്ലാതും പുതിയത് തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കും. പക്ഷെ ആ ഒരു സംശയം മാറ്റാൻ വേണ്ടി പക്ഷേ എന്ന് പറഞ്ഞിട്ട് ബലാക്കി അപ്പം ഞാൻ ചോദിച്ചതാണ് ലാക്കിൻ അൽ അസാസുഹ ഖദീമത്ത്, അല്ലെങ്കിൽ അതിൻ്റെ ഇതുകളൊക്കെ അല്ലെങ്കിൽ ഫർണിച്ചറുകളൊക്കെ പഴയതാണെന്ന് പറയും. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു ഇത് വരും. അതിനാണ് ഹർഫു ഇസ്തിദ്റാക്ക് എന്ന് പറയുന്നത്. ഇവരുടെ നോട്ട് അഹ്വാത്തിന്. അതുപോലെ തന്നെ സുബ്ഹാനങ്ങൾ ഒരു എന്നോട് റംഷീദ് സുബ്ഹാനെ കുറിച്ച് ചോദിച്ചില്ലേ, സുബ്ഹാനല്ലാ ചോദിച്ചിരുന്നു. പറഞ്ഞു തന്നിരുന്നല്ലോ. എന്നിട്ട് എന്താ പറഞ്ഞത് അത്? അത് പിന്നെ സുബ്ഹാന എന്നുള്ളത് ആനു എന്ന ഇതിൽ വരുന്നതാണ്. അപ്പൊ അതങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. സുബ്ഹാന എന്ന് വരാൻ കാരണം പിന്നെ മഫൂലും ബിഹിയുടെ സ്ഥാനത്താണെന്ന് അങ്ങനല്ലേ? അതിൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ട്. അതായത് സബ്ബഹ, അത് ഞാനിപ്പോൾ പറഞ്ഞപ്പോഴാണ് കേട്ടോ, അത് ഇവിടെ നിൽക്കട്ടെ, ഇത് ഇവിടെ നിൽക്കട്ടെ. സബ്ബഹ എന്ന് പറഞ്ഞാൽ തസ്ബീഹ് ചെയ്തു എന്നാണല്ലോ. സബ്ബഹ തസ്ബീഹ് ചെയ്തു. യുസബ്ബിഹു ഫോം 2 ഓർമ്മ ഉണ്ടല്ലോ അല്ല ബാബ്. സബ്ബഹ യുസബ്ബിഹു, പിന്നെ സബ്ബിഹ് തസ്ബീഹ് എന്നാണ്. ശരിക്കും സബഹ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നീന്തി എന്നാണല്ലോ പറയാം, നീന്തി എന്നല്ലേ പറയാം. അപ്പോൾ നമ്മൾ ഒരു 4 അക്ഷരമുള്ള ക്രിയയ്ക്ക് മാറ്റുമ്പോൾ ചിലപ്പോൾ മുത്താവായത്തിൻ്റെ അർത്ഥം വരുമല്ലോ. നീന്തി എന്ന് പറയും. നമ്മൾ സ്വിം ചെയ്തതിനാണ് പറയുന്നത് സബഹ. സബഹ പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, യു ആർ കീപ്പിംഗ് സംതിങ് ഫ്ലോട്ട്, ഒരാളിങ്ങനെ അതൊക്കെ നീന്തിപ്പിക്കുക എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഫ്ലോട്ട് പൊന്തി അങ്ങനത്തെ അർത്ഥത്തിലാണ് ശരിക്കും സബ്ബഹ പറയും. അപ്പോൾ നമ്മൾ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യാന്ന് പറയുമ്പോൾ ടു ഗ്ലോറിഫൈ എന്നാണ്. അപ്പോൾ അതിൻ്റെ ശരിക്കും ലിറ്ററലി മീനിങ് യു ആർ കീപ്പിംഗ് അള്ളാഹ്സ് നെയിം എബോവ് ദ എവറിത്തിങ്, അങ്ങനെ പറയാം. അള്ളാഹുവിൻ്റെ പേര്, ഒരു മിനിറ്റ് കേട്ടോ, അള്ളാഹുവിൻ്റെ നാമങ്ങൾ നമ്മൾ ഉയർത്തണം, ആ രീതിയിലാണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ അതിൻ്റെ മസ്ദറാണ് തസ്ബീഹുൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ മഫൂല് മുത്തലക്ക് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മസ്ദർ എടുത്തിട്ടാണ് മഫൂല് മുത്തലക്ക് എടുക്കുക അല്ലേ. കല്ലമ അല്ലാഹു മൂസ തക്ലീമ, അങ്ങനല്ലേ പറയാം, തക്ലീമ എന്ന് പറയും. കല്ലമ അതിൽ നിന്ന് എടുത്തിട്ട് അള്ളാഹു മൂസ നബിയോട് സംസാരിച്ചു. അപ്പോൾ കല്ലമ അതിൻ്റെ മസ്ദറാണ് തെക്ലീമ്. അപ്പോൾ മസ്ദർ അല്ലേ തെക്ലീമൻ, മസ്ദർ എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, എന്തുണ്ടാക്കുക, മഫൂലുൻ മുത്തലക്ക് ഉണ്ടാക്കുക. അങ്ങനെയാണ് നമ്മൾ. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ എന്താ, ഞാനൊരു ഇരുത്തം ഇരുന്നു എന്ന് പറയാം. ഞാനൊരു ഇരുത്തം ഇരുന്നു, ഞാനിരുന്നു. അജ്ലിസു ജുലൂസൻ. അപ്പോൾ ജുലൂസൻ അത് മസ്ദർ എടുത്തിട്ടാണ് നമ്മൾ മഫൂൽ മുത്തലഖ് ഉണ്ടാക്കുക, ഇപ്പോൾ പറഞ്ഞ പോലെ. പക്ഷെ ഈ സബ്ബഹൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഒക്കെ കാര്യത്തിൽ ഈ തസ്ബീഹല്ല നമ്മൾ മഫൂൽ മുത്തലഖായിട്ട് എടുക്കുക, മറിച്ച് സുബ്ഹാൻ. അവിടെ സുബ്ഹാനാണ്, സുബ്ഹാൻ അല്ലാഹ് എന്ന് പറയുമ്പോൾ അത് മഫൂലുൻ മുത്തലക്ക, സുബ്ഹാന മഫൂലും. അതുകൊണ്ടാണ് സുബ്ഹാന എന്ന് വന്നത്, ഫതഹ വരാൻ കാരണം അവിടെ അത് മഫൂലും മുത്തലക്കാണ്. മഫൂലും മുത്തലക്കാണ്. അപ്പോൾ അവിടെ ഫേലും ഫായിലും കളയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫേലും ഫായിലും എന്താ, ഉസബ്ബിഹു, ഞാൻ തസ്ബീഹു ചെയ്യുന്നു. ഉസബ്ബിഹു അത് കളയപ്പെട്ടിരിക്കുക. ഉസബ്ബിഹു സുബ്ഹാനല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ ഒരു തസ്ബീഹ് ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലാണ് സുബ്ഹാൻ അല്ലാഹ് വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അടുത്തത് ഇതിൽ കേട്ടപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഗുഫ്രാനക ഒരു ഇതിലില്ലേ, സെമിഅന വഅതന ഗുഫ്രാനക, അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുഫ്രാനക അതും മഫൂലും മുത്തലഖാണ്, ഇഗ്ഫിർ എന്നാണ് അത്. ഗുഫ്രാന ആ ഫതഹ വരാൻ കാരണം ഗഫറ അതിൻ്റെ മഫൂലും മുത്തലഖായിട്ടാണ് ഗുഫ്രാൻ മഫൂലും മുത്തലഖാണ്. അപ്പോൾ ഇത് ഒരിക്കൽ ചോദിച്ചിട്ട് ഞാനപ്പോൾ ആ ക്ലാസ് കേട്ടപ്പോൾ ഇങ്ങനെ വിചാരിച്ചു, ഇതൊന്ന് മനസ്സിൽ ഓർത്തിട്ടുണ്ടായിരുന്നു, ഞാൻ മറന്നുപോയതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും മലാഖി എന്നുള്ളത് ഇസ്തിദ്റാക്കാണ് സംഭവം. നിനക്ക് എങ്ങനെ മനസ്സിലായി എന്നുള്ളത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അത് എന്തായാലും ഇതല്ല, അഹബാത്തി ഇന്നയല്ല എന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. കൈഫ എങ്ങനെ, അപ്പോൾ അതെങ്ങനെ, കൈഫ ഇസ്മുൽ ഇസ്തിഫാം മബനിയുൻ അലൽ ഫതഹി, മബനിയുൻ അലൽ ഫതഹി. ഹർഫ് ഇസ്തിദ്റാക്ക് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇസ്തിദ്റാക്ക് തന്നെയാണ്. മറ്റേ വലാക്കിനൊക്കെ അപ്പോൾ ഇസ്തിദ്റാക്ക് പറയില്ലായിരിക്കാം, ഞാൻ അങ്ങനെ അതുവരെ പറഞ്ഞത്. അപ്പോൾ വലാക്കിൻ എന്നുള്ളത് ഹർഫ് ഇസ്തിദ്റാക്ക്, പക്ഷെ ഇതില്ല, നോട്ട് മീൻ അഹവാത്തി ഇന്നെൻ്റെ സിസ്റ്റേഴ്സ് അല്ല കേട്ടോ വലാക്കിൻ എന്നുള്ളത്. പക്ഷെ വലാക്കിൻ ഇതിൽ വന്നിട്ടുണ്ട്, അത്ഫിൻ്റെ അക്ഷരങ്ങളിൽ വലാക്കിൻ എടുക്കുന്നുണ്ട്. അത്ഫിൽ തന്നെയല്ലേ, അത്ഫിലല്ല കേട്ടോ, ജെറി വലാക്കിൻ. അൽഹംദുലില്ലാഹ്.
അപ്പോൾ അത്തുഫിൻ്റെ അക്ഷരത്തിൽ വലാക്കിന് വന്നിട്ടുണ്ട്, ലാക്കിനും വലാക്കിനും ഉണ്ട്. ശരി കേട്ടാ. കൈഫ എന്ന് പറഞ്ഞാൽ ഇസ്മുൽ ഇസ്തിഫാം മബ്നിയുൻ അലൽ ഫതഹി. എങ്ങനെ അറഫ്തി عرفت فعل ماض مبني على السكون التاء ضمير متصل مبني على الكسر في محل رفع فاعل ذلك ضمير استغفر الله اسم الإشارة مبني على الفتح في محل نسب مفعول به. എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ഒരു അവിടെ എന്താ ഹാലാന്ന് തോന്നുന്നുണ്ട് അല്ലേ? കൈഫ പറയുമ്പോൾ അവിടെ ഹാലാണ് ശരിക്കും പറയേണ്ടത്. എങ്ങനെ മനസ്സിലായി? ഒരു അവസ്ഥ കാണിക്കാനാണ് പറയുന്നത്. ഇവിടെ ശരിക്കും കൈഫ എന്നുള്ളതൊരു ഹാലിൻ്റെ സ്ഥാനത്താണ്. ഫി മഹല്ലി നസ്ബിൻ ഹാൽ എന്ന് പറയാം. തൽക്കാലം അവിടെ എത്തിയിട്ടില്ല. നമ്മൾ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുന്ന പഠിക്കുമ്പോൾ ഒന്നുകൂടി പഠിക്കാം ഇൻഷാ അല്ലാഹ്. ഖാലത്ത് ഉമ്മു അഹമ്മദ് പറഞ്ഞു. എങ്ങനെ അപ്പോൾ ഇയാൾ മുത്തഫിഫാണെന്ന് എങ്ങനെ മനസ്സിലായത്? ഈ കടക്കാരന് പറഞ്ഞല്ലോ, ഒരു കടക്കാരനെ പറ്റി പറഞ്ഞല്ലോ, അയാളുടെ അടുത്തുനിന്ന് വാങ്ങിക്കേണ്ട, അയാൾ ഇതിൽ അളവിലും തൂക്കത്തിലൊക്കെ കുറവ് വരുത്തുന്ന ആളാണെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അദ്ദേഹം ആയത്ത് ഓതിയിട്ട് ചോദിച്ചു, നിനക്ക് എങ്ങനെയാണ് മനസ്സിലായതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞത് എന്താ? ഇന്നൽ ജുബ്നല്ലദി ഇഷ്തറൈത മിൻഹു ഖബ്ല അയ്യാമിൻ വസൻതുഹു ബിമീസാനിന. ജുബ്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചീസ്. ഓക്കെ, ഐ വെയ്ഡ് ദ ചീസ് യു ബോട്ട് എ ഫ്യൂ ഡേയ്സ് എഗോ ഓൺ അവർ വെയിങ് മെഷീൻ. കുറച്ച് ദിവസം മുൻപ് താങ്കൾ അയാളിൽ നിന്നും വാങ്ങിയ ചീസ് എന്ന് പറഞ്ഞാൽ എന്താ? പാൽക്കട്ടി നമ്മുടെ തുലാസിൽ തൂക്കി. ഇന്നൽ ജുബന തീർച്ചയായും പാൽക്കട്ടി, അല്ലതി യാതൊരു, ഇഷ്തറൈത്ത താങ്കൾ വാങ്ങിയ, മിൻഹു അവനിൽ നിന്ന്, ഖബല അയ്യാമിൻ കുറച്ച് ദിവസം മുൻപ്, വസൻതു ഞാൻ തൂക്കി, ഹു അത്, ബി മീസാനിന നമ്മുടെ വെയ്മിഷയിൽ തൂക്കി. ഇന്ന ഹർഫു തൗക്കീദിൻ വനസ്ബിൻ. അൽ ജുബ്ന ഇസ്മു ഇന്ന മൻസൂബുൻ അലാമത്തു നസ്ബിഹി അൽ ഫതഹത്തു ളാഹിറ. അല്ലദി ഇസ്മു മൗസൂൽ ഇസ്മുൻ മൗസൂലുൻ മബനിയുൻ അലസ് സുകൂനി ഫി മഹല്ലി നസ്ബിൻ സിഫ. അല്ലെങ്കിൽ നഅത്ത് നസ്ബിൻ്റെ മഹലിലാണ്, കാരണം അത് സിഫയാണ്. ജുബ്നൻ്റെ സിഫയാണ് അല്ലദി എന്നത് കേട്ടോ, സിഫയാണ്. ഇസ്മു മൗസൂൽ സിഫയായിട്ട് വന്നിരിക്കും. ഇഷ്തറൈത്ത താങ്കൾ വാങ്ങിയ, ഇഷ്തറൈ ഫിഅലുൻ മാലിൻ മബനിയുൻ അലസുക്കൂനി അത്താഉ ضمير متصل مبني على الفتح في محل رفع فاعل منه جار ومجرور. الجملة صلة الموصول لا محل لها من الإعراب. അപ്പോൾ അല്ലതി സിഫയാണ് ജുബ്നൻ്റെ, ഇഷ്തറൈത മിൻഹു അതിൻ്റെ സിലയാണ്. ഖബ്ല ളർഫ് സമാൻ മൻസൂബുൻ, അയ്യാമിൻ മുളാഫിൻ ഇലൈഹി മജ്റൂറുൻ. വസൻതുഹു വാങ്ങിച്ചത്, വസൻതുഹു വസൻ. അപ്പോൾ ഇതിൻ്റെ ഇത് വന്നിട്ടില്ല അല്ലേ? വസൻതുഹു ഞാൻ തൂക്കി. വസൻ ഫിഅലുൻ മാലിൻ മബനിയുൻ അല സുകൂനി അത്താഉ ضمീറുൻ മുത്തസിലുൻ മബനിയുൻ അല ضമ്മി ഫി മഹല്ലി റഫ്ഇൻ ഫാഇൽ. അൽ ഹാഉ ضمير متصل مبني على الضم في محل نسب مفعول به. الباء حرف جر. ميزان اسم مجرور وهو مضاف. نا ضمير متصل مبني على السكون في محل جر مضاف إليه. ഇവിടെ വസൻതുഹു ബിമീസാനിന അതായിരിക്കണം അല്ലേ? ഖബറു ഇന്ന ജുംല കംപ്ലീറ്റ് ആയില്ലേ? അപ്പോൾ അതിനെ നമുക്ക് ഖബറു ഇന്ന പറയാം കേട്ടോ. ആ വസൻതുഹു ആ ഫിഅലുണ്ടല്ലോ, അൽ ജുംലത്തുൽ ഫിഅലിയ ഫീ മഹല്ലി റഫ്ഇൻ ഖബറു ഇന്ന, അത് ഇന്നൻ്റെ ഖബർ കേട്ടോ. ഫവജത്തുഹു നാഖിസൻ. ഫവജത്തുഹു നാഖിസൻ ഐ ഫൗണ്ട് ഇറ്റ് ടു ബി ഷോർട്ട്. അത് കുറവുള്ളതായി ഞാൻ കണ്ടെത്തി. ഫ അപ്പോൾ എന്നൊക്കെ പറയാം. ഫ ഹർഫു ജർ, വജദ് ഞാൻ കണ്ടെത്തി, വജദ്തു ഞാൻ കണ്ടെത്തി, ഹു അത് നാഖിസൻ കുറവുള്ളതായി. വജദ് ഫിഅലുൻ മാലിൻ മബനിയുൻ അല സുകൂനി അത്താഉ ضمير متصل مبني على الضم في محل رفع فاعل. الهاء ضمير متصل مبني على الضم في محل نسب مفعول به.
നാഖിസൻ നമ്പർ ഇട്ട് വെച്ചിട്ട് നാഖിസൻ്റെ ഹാലാണോ നാഖിസൻ മഫൂലും ബിഹി തന്നെ. മഫൂലും മഫൂൽ ബിഹി. ബിഹി ആണ് അല്ലേ? മഫൂൽ ബിഹി രണ്ടാമത്തെ സാനി രണ്ട് ശരി കേട്ടോ. മഫൂൽ ബിഹി സാനി നമ്പർ ഇട്ട് വെച്ചിരിക്കണം. അതാ സാനി എന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. മഫൂലും ബിഹി ഞാൻ കണ്ടെത്തി അത് കുറവുള്ളതായി. അപ്പോൾ അത് മഫൂലും ബിഹി സാനിയാണ് കേട്ടോ. ശരിയാണ്. വക്കദാലിക കിൽത്തുൽ ബുറ വക്കദാലിക അപ്രകാരം തന്നെ എന്ത് ചെയ്തു കിൽത്തുൽ ബുറയും ഞാൻ ബുറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക ഗോതമ്പ്. അതുപോലെ ഗോതമ്പും ഞാൻ അളന്നു. വീറ്റ് ഇട്ടാ ഐ മെഷേർഡ് ദ വീറ്റ്. അപ്രകാരം കാഫ് ഹർഫു ജർ ദാലിക ഇസ്മുൽ ഇഷാറ മബനീൻ അലൽ ഫതഹി ഫി മഹല്ലി ജർറിൻ ഇസ്മു മജ്റൂർ കദാലിക ജാറുൻ വ മജ്റൂറുൻ. കിൽത്തു കാല അല്ലേ? കാലു അത് അവിടെ നമ്മൾ പറഞ്ഞ് ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ കാലു കാലത്ത് കാലത്താ കിൽന അല്ലേ? കിൽത്തുമാ കിൽത്തും കിൽത്തുമാ കിൽത്തുന്ന കിൽന ഞാൻ അളന്നു. ഓക്കെ. കാലയാവുമ്പോൾ അങ്ങനെയല്ല. കാലു കാലത്ത് കാലത്താ കുൽന അല്ലേ? ഖാഫല്ലേ അല്ലേ? ഖാഫിന് ദോമ്മ. കോല വരുമ്പോൾ ഇത് കാലാട്ടാ. കാല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അളക്കുക. ഞാൻ അളന്നു. അപ്പോൾ ഈ വസന കാലയും തമ്മിൽ എന്താ വ്യത്യാസം? വസന എന്ന് പറഞ്ഞാൽ തൂക്കി നോക്കണം. വെയ് മെഷീനിലിട്ടിട്ട് തൂക്കുക എന്ന് പറയും. കാല പറയണമെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രത്തിൽ അളവ് പാത്രത്തിലിട്ടിട്ട് ഇപ്പോൾ നമ്മൾ അരിയൊന്നും നമ്മൾ വീട്ടിൽ എന്താ പറയുക കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഒരു നാഴിയിലിട്ടിട്ട് മെഷർ ചെയ്യല്ലേ ചെയ്യുക, അളക്കുക. അതേസമയം നമ്മളൊരു സാധനങ്ങളൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമ്മൾ തൂക്കിയിട്ടാണ് വാങ്ങിക്കുക. അതാണ് വ്യത്യാസം കേട്ടോ. കിൽത്തുൽ ബുറ. കിൽത്തു ഫീലുൻ മാദിൻ മബനീൻ അല സുക്കൂനി അത്താഉ ദമീറുൻ മുത്തസിലുൻ മബനീൻ അല ദമ്മി ഫീ മഹല്ലി ബുറ. ഒന്ന് വോളിയം കാലാന്ന് പറയുമ്പോൾ വോളിയം നോക്കാം. മെഷർദി വോളിയം. പിന്നെ മറ്റേത് കാല പറയുമ്പോൾ അല്ലേ? വോളിയം. വെയിറ്റ് അല്ലേ? അത് മറ്റേതാവുമ്പോൾ പിന്നെ മീസാനാകുമ്പോൾ വെയിറ്റ് നോക്കും. മീസാനിന് വെയിറ്റ്, മറ്റേതിന് വോളിയം അല്ലേ? പക്ഷെ മുത്തഫിഫി എന്ന് പറയുമ്പോൾ രണ്ടിലും കമ്മി വരുത്തുന്നവരാണ് അല്ലേ? കാരണം അതിലായത്തിൽ തന്നെ ഉണ്ടല്ലോ ഹൈരുലിൽ അല്ലദീന ദക്താലു അലന്നാസി യസ്തം വൈദ കാലൂഹും ഔ വസനൂഹും യുഫ്സിറു. കാലൂഹും ഔ വസനൂഹും അത് അളന്നു വാങ്ങിക്കുമ്പോഴായിക്കോട്ടെ, വസൻ ചെയ്യുമ്പോഴായിക്കോട്ടെ, വെയിറ്റിലും ആയിക്കോട്ടെ, അളക്കുമ്പോഴായിക്കോട്ടെ, അതിലൊക്കെ യുഫ്സിറൂൻ അവർ കുറവ് വരുത്തും. അപ്പോൾ പിന്നെ മുത്തഫിഫീൻ രണ്ടിലും പെടും കേട്ടോ. രണ്ടും കുറവ് വരുത്തുന്നവരും പറയൂ കേട്ടോ. അപ്പോൾ തൂ ഫായിൽ ബുറ എന്നുള്ളത് മഫൂലും ബിഹി കേട്ടോ. അപ്പോൾ ഞാൻ വീറ്റ് അളന്നു. ഫവജതുഹു ഐളൻ നാഖിസൻ അതും കുറവുള്ളതായി ഞാൻ കണ്ടെത്തി. അതും കുറവുള്ളതായി ഞാൻ കണ്ടെത്തി. ആൻഡ് ഐ ഫൗണ്ട് ഇറ്റ് ടു ബി ഷോർട്ട് ആസ് വെൽ. അതും കുറവുള്ളതായി ഞാൻ കണ്ടെത്തി. ഹർഫുൽ അത്ഫ് വജദ് ഫിഅലുൻ മാളിൻ മബനിയുൻ അല സുക്കൂനി അത്താഉ ദമീറുൻ മുത്തസിലുൻ മബനിയുൻ അല ദമ്മി ഫീ മഹല്ലി റഫ്ഇൻ ഫാഇൽ. അൽഹാഉ ദമീറുൻ മുത്തസിലുൻ മബനിയുൻ അല ദമ്മി ഫീ മഹല്ലി നസ്ബിൻ മഫൂലുൻ ബിഹി. ഐലൻ മഫൂലുൻ മുത്തലഖ്. നാഖിസൻ മഫൂലുൻ ബിഹി സാനിട്ട രണ്ടാമത്തെ മഫൂലുൻ ബിഹി. അങ്ങനെ പറയാം. ഇപ്പോൾ ഖാല ഹിഷാമുൻ ഹിഷാം പറഞ്ഞു സഅൻസഹു ലഹു വത്ലു അലൈഹി ഖൗലഹു തആല. നസഹ എന്ന് പറഞ്ഞാൽ നസഹ ഉപദേശിക്കുക. ഇവിടെ എവിടെയെങ്കിലും ഞാൻ എഴുതിയിട്ടുണ്ടോ നോക്കട്ടെ കേട്ടോ. ഫേല് അതിന് മുൻപ് കാസുൻ കസ്സ കുറവ് വരുത്തല്ലേ? കസ്സ അത് കുസ്സുവാണ് അല്ലേ? കസ്സുൻ നല്ല നസീഹത്തുണ്ടായതല്ലേ ടീച്ചറെ? ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. ശരി. അപ്പം എന്ത് പറയുന്നത്? ഞാൻ അവനെ ഉപദേശിക്കുകയും അള്ളാഹുവിൻ്റെ വചനങ്ങൾ അവൻ്റെ മേൽ ഓതി കേൾപ്പിക്കുകയും ചെയ്യും. ഞാൻ അവനെ ഉപദേശിക്കുകയും വത്തുലു ഞാൻ ഓതി കേൾപ്പിക്കും അലൈഹി അവൻ്റെ മേൽ ഖൗലുഹു തആല അള്ളാഹു തആലയുടെ വചനങ്ങൾ ഓതി കേൾപ്പിക്കുകയും ചെയ്യും. I will advise him and recite to him the words of Allah.
سين حرف الاستقبال مبني على الفتح لا محل له من الإعراب. أنصح فعل مضارع مرفوع بضمة والفاعل ضمير مستتر تقديره أنا. نصح ينصح نصح ينصح له جار ومجرور واو حرف العطف أتلو فعل مضارع مرفوع بضمة المقدرة അത്തുലു എന്ന് പറഞ്ഞാൽ സിക്കിലാണ്. അത്തുലു ഫിഅലുൻ മുളാരിഉൻ മർഫൂഉൻ ബി ദമ്മത്തിൽ മുഖദ്ദറത്തിൽ സിക്കിലി. സിക്കിൽ കൊണ്ടാണ് വാവിൻ്റെ മുകളിൽ ബാറുള്ളത് കൊണ്ടാണ് അവിടെ ദമ്മ സങ്കല്പിക്കുന്നത്. വൽ ഫായിലു ദമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു അന അലൈഹി ജാറുൻ വമജ്റൂറുൻ. ഖൗലഹു ഖൗല എന്നാണ് വാക്ക് അല്ലേ. മഫൂലും ബിഹി സാനി അല്ലല്ലേ അത്തുലു ഒരെണ്ണം മഫൂലും ബിഹി വന്നിട്ടില്ല. അപ്പോൾ ഖൗല എന്നുള്ളത് മഫൂലുൻ ബിഹി മൻസൂബുൻ അലാമത്തു നസ്ബിഹി അൽ ഫതഹത്തു ളാഹിറ വഹുവ മുളാഫ് അൽ ഹാഉ ദമീറുൻ മുത്തസിലുൻ മബ്നിയുൻ അലൽ ദമ്മി ഫീ മഹല്ലി ജർറിൻ മുളാഫുൻ ഇലൈഹി. അവൻ്റെ വചനങ്ങൾ തആല അവൻ്റെ വചനങ്ങൾ ബദലാണോ തആല ടീച്ചറെ കൗലഹു എന്നാ നിങ്ങളുടെ ബുക്കില് കൗലഹു ആണല്ലോ അല്ലേ. എന്റെ ഫത്തഹയാണ് കൊടുത്തേക്കുന്നത്. കൗല തന്നെയല്ലേ ലാമിനായിരിക്കും ഫത്തഹ ഇവിടെ കൊടുത്തത്. ലാമിനാണോ ഫത്തഹ എന്തിന് ലാമിന് ഫതഹ അല്ല ഹാഹിന് എന്റെ ഹാഹിനാണ് ഫത്തഹ എന്നിട്ട് കൊടുത്തേക്കുന്നത്. അലിഫുണ്ട് അതിന്റെ കൂടെ രണ്ടിന്റെ ഒരു ഇടയിലായിട്ടാണ് തൊട്ട് മുകളിലല്ല. അല്ലടാ ഈ ഹാ കഴിഞ്ഞിട്ട് ഹു അവന്റെ എന്നാണോ ഹാ അവളുടെ എന്നുള്ള അർത്ഥത്തിലാണോ ഉദ്ദേശിച്ചത്? അല്ലല്ല അല്ല ആ വമീറിന്റെ അക്ഷരത്തെറ്റ അങ്ങനെ വരില്ല. തെറ്റാണ് അല്ലേ അക്ഷരത്തെറ്റ ഒന്നില്ലെങ്കിൽ ഹാ എന്ന് പറഞ്ഞപ്പോൾ ഇവിടുന്ന് അങ്ങനെ പറയാനും ഞാൻ പാരായണം ചെയ്യും. ഞാൻ എന്താണ് പാരായണം ചെയ്യുന്നത്? കൗലഹു അവന്റെ വചനങ്ങൾ. താലോടെ ബദലാന്ന് തോന്നുന്നുണ്ട് അല്ലേ. തോന്നുന്നുണ്ട് കേട്ടോ. താല ഒരു ബദലായിട്ടുണ്ട്. പിന്നെ ശരിക്കും താല നമുക്ക് പഠിക്കാൻ വരുന്നുണ്ട്. ഞാനിവിടെ നോട്ട് ചെയ്തുള്ള ഫേലുൻ മാലിൻ മബനീൻ അലൽ ഫതഹിൽ മുഖദ്ദരി അലൽ ലിസ്തിഖിലി ഹുവയഊദു ഇലാ ലഫ്ലുൽ ജലാല എന്നൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് പറയുമ്പോൾ കുറച്ച് ഭാരമാണ്. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ കേട്ടോ. അത് നമുക്ക് താല വരുന്നുണ്ട് രീതിയിലാണ് വരുന്നത്. അതായത് ഇസ്മായിട്ടും വരും, പിന്നെ ഫീലായിട്ടും വരും, പിന്നെ അള്ളാഹുവിന്റെ സിഫയായിട്ട് വരുന്ന സമയത്ത് നമ്മൾക്ക് ഇസ്മാണെന്ന് ഇപ്പൊ ഇസ്മ എന്ന് പറയാൻ പറ്റില്ല അല്ലേ. അവന്റെ വചനങ്ങൾ എന്ന് പറയുമ്പോൾ ഇസ്മ തന്നെ ഇവിടെ ഇസ്മാണ് അല്ലേ. അള്ളാഹു എന്നുള്ളത് ചിലപ്പം പക്ഷെ താല ഏതോ പാഠത്തിൽ നമ്മൾ വായിച്ചിട്ടില്ല. വരുന്നുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഏതോ ഒരു പാഠത്തിലുണ്ട്. അടുത്ത പിന്നെ വായിച്ചു പോയിക്കുന്ന ഒരു പാഠത്തിൽ ഞാൻ വായിച്ചു പോയിട്ടുണ്ട്. അപ്പം എന്തായാലും ഇവിടെ അവൻ്റെ വചനങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു ബദൽ ആയിട്ടാണ് ഇവിടെ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് സമയത്തിലല്ലോ 45 അല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പിന്നെ ഇതിൽ അപ്പോൾ അത് അവിടെ വരെട്ട് നിൽക്കട്ടെ കേട്ടോ. പിന്നെ ഇതിൽ കുറേ വാക്കുകൾ വന്നത് നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ. മറ്റേ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലോ, കവയൊക്കെ അതിൽ വന്നതാണ്. പിന്നെ മല എംലി അറിയാലോ, മല കഴിഞ്ഞു പോയത്. എംലി മാലിൻ അതിൽ നിന്നാണ് മാലിൻ വന്നത്. ഇവിടെ കുറേയൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഒന്നും കാണുന്നില്ല. എവിടെയൊക്കെയോ നോട്ട് ചെയ്ത് വെച്ച് മറക്കുകയാണ്. എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർമ്മയില്ല. കാലൻ്റെ അല്ലേ. ഇപ്പോൾ മറ്റേ ജാ ആണെങ്കിൽ ഇപ്പം ജാ യജി ഉ അതിൻ്റെ മസ്തർ മജി എന്നല്ലേ. ജാ ഇൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ജാ എന്ന് പറഞ്ഞാൽ വന്നു, യജി ഉ അവൻ വരുന്നു, മജി ഉൻ അതിൻ്റെ മസ്തർ, ജാ ഇൻ വരുന്നവൻ, മജി ഉൻ അതിൻ്റെ മഫൂല്, ജി ആണ് അതിൻ്റെ അമ്ര. കാല യക്കീലു കാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അളന്നു അവൻ അളന്നു, യക്കീലു അവൻ അളക്കുന്നു, ഖായിൽ അളക്കുന്നവൻ, മക്കീലുൻ അളക്കപ്പെട്ടത്, ഖിൽ ആണ് നീ അളക്കുന്ന അറിയില്ലേ അമ്ര ഖിൽ. ഖാലയാണെങ്കിൽ എങ്ങനെ? ഖാല യഖൂലു ഖായിലുൻ മഖൂലുൻ കുൽ. അമ്രഫിൽ കുല്ലല്ലേ.
അതെ. കാല എന്ന് പറഞ്ഞാൽ കാല യക്കീലു കായിലുൻ മക്കീലുൻ കിൽ എന്നാണ് കേട്ടോ. കിൽ അംറഫേൽ. മറ്റേ കോലയാണെങ്കിൽ കുല്ലാണ് നീ പറയുക. കിൽ എന്ന് പറഞ്ഞാൽ നീ അളക്ക്. ഇനി നസ്ഹ എൻസഹു നസ്ഹുൻ. ഇനി ഉപദേശിക്കുന്നവൻ നാസിഹുൻ മൻസൂഹുൻ. ഇൻസഹ് നീ ഉപദേശിക്കും. നസഹ മാലി എൻസഹു മുതാരി ഇൻസിഹ് എന്നാണ് കേട്ടോ. എൻസി നസഹ എൻസഹു ഇൻസഹ് എന്നല്ലേ വരിക? ഇൻസിഹല്ലോ, തെറ്റേതിയിലാണോ? ഫതഹ യഫ്തഹു ഇഫ്തഹ് ഇൻസഹ്. അപ്പോൾ ഇൻസഹാണ്, തെറ്റേതിയിലാണ്. പിന്നെ നസ്ഹുൻ ഉപദേശം. നസീഹത്തുനും പറയാതിന് കേട്ടോ. നാസിഹുൻ ഉപദേശിക്കുന്നവൻ, മൻസൂഹുൻ ഉപദേശിക്കപ്പെടുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞത് ഒരു വാക്കും കൂടി വന്നില്ലേ, തല വന്നില്ലേ, അത്തുലു. അത്തുലു അല്ലേ, തല എന്ന് പറഞ്ഞാൽ പാരായണം ചെയ്തു, യത്തുലു പാരായണം ചെയ്യുന്നു. തല യത്തുലു താലിൻ പാരായണം ചെയ്യുന്നവൻ, മത്തുലുവുൻ പാരായണം ചെയ്യപ്പെടുന്നത്. റുഫയിൽ വരുമ്പോൾ ഉത്തുലു അല്ലേ, ഉത്തുലു മാവൂഹിയ അല്ലേ, നീ പാരായണം ചെയ്യുന്നൊക്കെ പറയുന്നു. ഉത്തുലു ഖുറാൻ്റെ വന്നിട്ടില്ലേ, ഒരു ജുസീൻ്റെ പേര് അല്ലേ, ഒരു ജുസീൻ്റെ പേരാണ് ഉത്തുലു. ഉത്തുലു മാവൂഹിയ കുട്ടികൾ പറയണേക്ക്, മോന് പറയുന്നേക്ക് ഒരു ജുസീൻ്റെ പേരാണ് ഉത്തുലു എന്നാണ്. പിന്നെ മത്തുലൂൻ അത് പറയല്ലോ, താലിൻ തുലുഫിനാണ്. തിലാവത്ത്, യെസ് തിലാവത്ത്, അങ്ങനെ ഒരു മസ്തറും കൂടി ഉണ്ട് അതിന് കേട്ടോ. തിലാവത്ത് പാരായണം ചെയ്യൽ. അപ്പോൾ അത്ര മതി കേട്ടോ. ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം എടുക്കാം കേട്ടോ. 50 നമ്മൾ 50 മിനിറ്റിൽ കണക്കാക്കിയത്. ജസാക്കുമുല്ലാഹ് ഖൈറൻ കസീറ.